به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قالوا حرقوه وأنصروا وآلهتكم إن كنتم فاعلين. قلنا يا نار كوني بردا وسلاما على إبراهيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നമ്മുടെ അവസാനത്തെ നിമിഷം അല്ലാഹു നമ്മെ തൃപ്തിപ്പെട്ടുകൊണ്ട് വിട പറയുവാനുമുള്ള മഹാ തൗഫീഖിനായി സദാ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഇഷ്ടജനങ്ങളിൽ നമ്മയും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ധാരാളം ആളുകൾ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിക്കുകയും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അല്ലാഹുവിന്റെ ദീനിൽ മുഹമ്മദ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരാത്ത ഒരുപാട് കാര്യങ്ങളുമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ നടക്കുന്ന പരിപാടികൾക്ക് നമ്മൾ സാക്ഷികളാണ്. നമ്മളത് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഇന്ന്
ഫജ്റിന് മുമ്പ്, ഫജ്ർ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ സമയം മുസ്ലിം പള്ളികളുടെ ആ ശബ്ദങ്ങളിലൂടെ, മൈക്കിലൂടെ പരിസരങ്ങളിലുള്ള ആ സമയത്ത് ഉറങ്ങുന്ന മറ്റു മതസ്ഥരെ പോലും പരിഗണിക്കാതെ വലിയ ശബ്ദത്തിൽ ആളുകൾക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ പാടിക്കൊണ്ടിരുന്നു. അത് കേൾക്കുന്ന ആർക്കും എന്താണ് ഈ പാടുന്നത് എന്ന് പാടുന്ന ആളുകൾക്കും അറിയില്ല, പുറത്തത് കേൾക്കുന്ന ആളുകൾക്കും അറിയില്ല. അങ്ങനെയാകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു ശബ്ദ മലിനീകരണമായിട്ടേ മാറുള്ളൂ. അതൊരു ചെറിയൊരു സമയമൊന്നല്ല, 1 മണിക്കൂറോളം ആ സമയം രാത്രിയിൽ പരിസരങ്ങളിൽ ഉറങ്ങുന്ന രോഗികളായ ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ബഹുസ്വരതയുടെ ഒരു നാടാണ് നമ്മുടെ നാട്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളും നമ്മുടെയൊക്കെ പള്ളിയുടെ പരിസരങ്ങളിൽ ശബ്ദമെത്തുന്ന സ്ഥലങ്ങളിൽ ഉണ്ട് എന്ന ഒരു പരിസര ബോധം പോലും ഇല്ലാതെ ഇസ്ലാമിലോ ദീനിലോ അത് വിദഅത്താണ്, ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് നരകം മാത്രമാണ് ലഭിക്കാറുള്ളത് എന്ന് ഉറപ്പുള്ള ഒരു സംഗതി ഏതെങ്കിലും തരത്തിൽ ഗുണകരമായതല്ല, പടച്ചതമ്പുരാന്റെ പക്കൽ സ്വീകാര്യമല്ല. മാത്രവുമല്ല, ആ 1 മണിക്കൂറിൽ പള്ളിയുടെ ആ മൈക്കിലൂടെ പുറത്തേക്ക് വിളിച്ചു പറഞ്ഞ പാടിയ വരികളിൽ പരിശുദ്ധ ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് 4 പ്രവാചകന്മാരുടെ പേരിൽ വലിയ മോശമായ ആരോപണം കൂടി ആ പാട്ടിൽ കയറി വന്നിട്ടുണ്ട്. കഴിയുന്നില്ല. പരിശുദ്ധ ഖുർആനിലെ ഡസൻ കണക്കിന് ആയത്തുകളെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ആ പാട്ടിലൂടെ. ഇത് എത്രയാണ് നമ്മൾ ഈ സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേൾക്കുന്ന ഓരോ വർഷവും, കഴിഞ്ഞ വർഷം ആ പാട്ടിനൊപ്പം ഇരുന്നിരുന്ന പല ആളുകളും ഇന്ന് ആ പാട്ടിനോടൊപ്പം ഇല്ല. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു, അവർ പടച്ചതമ്പുരാന്റെ പക്കൽ അവർ തൗബ ചെയ്യുന്നു, കഴിഞ്ഞുപോയ തെറ്റുകൾ പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് അവർ മാപ്പ് അപേക്ഷിക്കുന്നു. പക്ഷെ പിന്നെയും അത് അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള ആളുകളുമായിട്ട് പുതിയ തലമുറയെ കൂടി അതിലേക്ക് വിളിച്ചു വരുത്തി ഈ ഒരു ഇസ്ലാമിക നിഷേധത്തെ പള്ളികൾ ഉപയോഗപ്പെടുത്തി പള്ളിയുടെ ശബ്ദത്തിൽ അത് പുറത്തേക്ക് കേൾപ്പിക്കുന്നു. ഇത് മറ്റൊരു മതസ്ഥരാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട പരിശുദ്ധരായ 4 പ്രവാചകന്മാരുടെ പേരിൽ കളവ് പറയാം. പരിശുദ്ധ ഖുർആനിൽ ഡസൻ കണക്കിന് ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവത്തെ അങ്ങനെയല്ല എന്ന് പറയാം. എന്തായിരിക്കും മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം, ഒരു പ്രകടനം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങും മുസ്ലിം ഉമ്മത്ത്. കാരണം എന്താ? ഇത് ഞങ്ങളുടെ പരിശുദ്ധ പ്രമാണമായ ഖുർആനിനെ നിഷേധിക്കലാണ്, ഞങ്ങളുടെ പ്രവാചകന്മാരെ ഇകഴ്ത്തലാണ്, ഞങ്ങളുടെ പ്രവാചകന്മാർക്ക് മേൽ കളവ് പറയുകയാണ്. അതുകൊണ്ട് ഇത് മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്നതാണ്, ഇങ്ങനെ ആയിക്കൂടാ എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് മുസ്ലിം ഉമ്മത്ത് രംഗത്തിറങ്ങും. എന്നാൽ മുസ്ലിം ഉമ്മത്തിന്റെ പള്ളികളിൽ ഇരുന്ന് ചൊല്ലിയാലോ ഒരു പ്രശ്നവുമില്ല. നോക്കണം നിങ്ങൾ, എങ്ങനെയാണ് ഷിയാക്കളും അതുപോലെ തന്നെ ജൂതന്മാരും മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് തന്നെ അപകടകരമായിട്ടുള്ള ഈ വരികൾ ചൊല്ലിക്കാൻ അവര് പരിശ്രമം നടത്തി വിജയിച്ചത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് അധിക പള്ളികളിലും ഫജ്ർ നമസ്കാരത്തിന് മുമ്പ് മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് അവർ പാടിയ ബൈത്തുകൾ. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ആ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹ് പറയാത്ത പല സംഭവങ്ങളും പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ബൈത്ത് പറഞ്ഞു, ഒരു ബൈത്ത് ചൊല്ലി. ആ ബൈത്തില് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് തഅസിൽ ഇലാഹ വഅത്തബൂഹു ഹുബ്ബുഹു എന്ന് തുടങ്ങുന്ന ബൈത്താണ്. നീ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു എന്നാണോ പറയുന്നത്? നിന്റെ ഈ പ്രകടനം, നിന്റെ ഈ പ്രവർത്തനം അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്. എന്നിട്ടും നീ പറയുന്നത് അത് അല്ലാഹുവിനോടുള്ള സ്നേഹപ്രകടനമാണെന്നാണോ
എന്ന വരികളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരിക്കലും ഈ തരത്തിലല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആ വരികളെ ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് ആ പറഞ്ഞ ആ വരികളെ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സമീപകാലത്ത് ഉണ്ടായിരുന്ന ഒരു കവി, അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് 4 വരികൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ 4 വരികളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആലോചിക്കാൻ മാത്രം കാര്യങ്ങൾ ആ 4 വരികളിൽ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നബിയെ ധിക്കരിച്ചുകൊണ്ട് എങ്ങനെയാ നിനക്ക് നബിയോട് സ്നേഹപ്രകടനം നടത്താൻ സാധിക്കുക? നീ ചെയ്യുന്ന ഈ പരിപാടി മുഴുവനും നബിയോടുള്ള ധിക്കാരമാണ്. പക്ഷെ നീ പറയുന്നു ഇതൊരു സ്നേഹപ്രകടനമാണ് എന്ന്. അതാണെങ്കിലോ നബിയോടുള്ള ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ടാണ് നിന്റെ സ്നേഹപ്രകടനം. ഈ ഒരു പരിപാടി എന്റെ ആയുസ്സിൽ, അദ്ദേഹം പറയണ എന്റെ ആയുസ്സിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരിക്കലും യോജിപ്പില്ലാത്ത, ഒന്ന് ഖിയാസ് ചെയ്യാൻ പറ്റാത്ത അത്രമാത്രം അപകടകരമായ ബിദ്അത്താണ്, പുത്തനാശയമാണ്. നീ ചെയ്യുന്നത് റസൂലുള്ളാഹിയോടുള്ള വിരോധം നീ സ്നേഹപ്രകടനമായി പ്രകടിപ്പിക്കുക എന്നത് ഞാൻ എന്റെ ആയുസ്സിൽ കണ്ട ഏറ്റവും മോശമായ ഒരു ബിദ്അത്താണ്, ഒരു പുത്തനാശയമാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് നിനക്ക് യഥാർത്ഥത്തിൽ നീ സ്നേഹം പ്രകടിപ്പിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹിയോട് സ്നേഹമാണ് ഉള്ളതെങ്കിൽ നീ ആ പ്രവാചകനെ അനുസരിക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത്, ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്താണോ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്, അത് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് നീ ആ പരിശുദ്ധ പ്രവാചകനോട് സ്നേഹപ്രകടനം കാണിക്കേണ്ടത്. കാരണം അദ്ദേഹം പറയുന്നത് സ്നേഹപ്രകടനം നടത്തുന്ന ആളുകൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ആളെ അനുസരിക്കൽ, അംഗീകരിക്കൽ അതൊരു നിർബന്ധമായ കാര്യമാണ്. അപ്പോഴാണ് നിന്റെ സ്നേഹപ്രകടനം അത് സത്യസന്ധമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കാപട്യമാണ്, കപടതയാണ്, ബിദ്അത്താണ്, ധിക്കാരമാണ്. എത്ര കൃത്യമായിട്ടാണ് ആ 4 വരികളിൽ അദ്ദേഹം ആ കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും അപകടകരമായ കാര്യങ്ങൾ. എത്രത്തോളം അറിയോ? ഇന്ന് ഫജ്റിന് ആ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആളുകൾ പള്ളിയിൽ കൂടി അവരവിടെ ഇരുന്ന് ചൊല്ലിയ ബൈത്തിന്റെ ആ സമയം, അത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സമയമാണെന്ന് പ്രഖ്യാപിക്കാം. ആരാന്ന് പറഞ്ഞത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ സമയമാണ് ആ സമയമെന്ന്? അതാർക്കാ മനസ്സിലായത്? റസൂലുള്ളാഹിക്ക് മനസ്സിലായില്ല. തനിക്ക് ജന്മം നൽകിയ ആ ഒരു സമയം അത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു തന്നില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്നാണ്. റസൂലുള്ളാഹിയോടാണല്ലോ ഒന്നാമത്തെ ചോദ്യം. റസൂലുള്ളാഹിയാണല്ലോ ആ ആയത്തിനെ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ആ ചോദ്യം മുഴുവൻ മുസ്ലിങ്ങളോടുള്ള ചോദ്യമാണ്. ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. അത് 1000 മാസങ്ങളേക്കാൾ അതിന് പ്രസക്തിയുണ്ട്, അതിന് അതിൻ്റെതായിട്ടുള്ള പദവിയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഒരു അധ്യായം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു ആയത്തിന്റെ പോലും പിൻബലമില്ലാതെ, പരിശുദ്ധ പ്രവാചകന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിന്റെ സംസാരത്തിന്റെ പിൻബലമില്ലാതെ, സ്വഹാബിമാരാരും അവകാശപ്പെട്ടിട്ടില്ലാത്ത, താബിഈകളോ പറഞ്ഞിട്ടില്ലാത്ത, എന്തിനേറെ നമ്മുടെ ഈ കേരളത്തിൽ പോലും ഒരു 10 വർഷം മുമ്പ് പോലും ഈ ഒരു വാദമില്ലാത്ത എത്രയോ പണ്ഡിതന്മാർ മരിച്ചുപോയില്ലേ? എത്ര പണ്ഡിതന്മാർ മരിച്ചുപോയി? എന്റെ ഉസ്താദ് അബൂബക്കർ ഫൈളി ആ കാലഘട്ടത്തിലെ
അറിയപ്പെടുന്ന പണ്ഡിതനായിരുന്നു. 7 ദിവസമൊക്കെ ഒരേ സ്ഥലത്ത് വഅദ് പരമ്പരയിൽ പ്രഭാഷണം നടത്തുന്ന പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ മഹല്ലിൽ 15 വർഷത്തിലധികം ഖതീബായിട്ട് ആ പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരൊറ്റ വർഷവും ഈ ഫജ്റിന് മുമ്പുള്ള ഇങ്ങനത്തെ ഒരു ആചാരം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷവും ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങളുടെ മഹല്ലിൽ വന്നിട്ടുണ്ട്. അവരാരും നിർവഹിക്കപ്പെട്ടിട്ടില്ല. അവർക്കാർക്കും അറിയില്ല ഇത് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാവാണ്, ഒരു സമയമാണ് എന്ന്. പിന്നെ ആരാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറഞ്ഞ അവിടുത്തെ ഒരു താക്കീതുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ വളരെ കൃത്യമായി അത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ആലോചിച്ചോക്കണേ, എന്തൊരു സന്തോഷമുള്ളത് കേൾക്കുമ്പോ. എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ, വിസമ്മതിച്ചവരൊഴികെ. എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബികൾക്ക് അത് വല്ലാത്തൊരു ആഹ്ലാദമായി, വല്ലാത്തൊരു സന്ദേശമായി, സന്തോഷമായി. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. ഉടനെ തന്നെ സഹാബികൾ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, ആരാണ് നബിയെ വിസമ്മതിച്ച കൂട്ടര്? ആരാണ് നഷ്ടപ്പെട്ട ആളുകൾ? സ്വർഗ്ഗം ലഭിക്കാത്തവർ ആരാണ്? സ്വർഗ്ഗം ലഭിക്കാത്തവർ പിന്നെ നരകത്തിലാണ്. ആ നരകത്തിലേക്ക് പോകുന്നവർ ആരാണ് എന്ന് സ്വഹാബാക്കൾ റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിക്കുന്നവൻ അവർ സ്വർഗ്ഗത്തിലായിരിക്കും. വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ വിസമ്മതിക്കുന്നവൻ, എന്നെ ധിക്കരിക്കുന്നവൻ, ഞാൻ പറയാത്തത് പ്രവർത്തിക്കുന്നവർ, അവരായിരിക്കും ആ സ്വർഗ്ഗം നഷ്ടപ്പെടുന്ന ആളുകളെന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു സ്നേഹപ്രകടനം എന്ന പേരിൽ, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതിന്, നിങ്ങൾ ഈ പാടി വെക്കുന്ന കവിതകളിൽ അല്ലെങ്കിൽ മൗലിദ് പാരായണം എന്ന് പറയുന്ന മൗലൂദ് കിതാബുകളിൽ നിന്ന്, മഖ്ബൂസ് മൗലൂദ് പോലെയുള്ള ആ വരികളിൽ നിന്ന് നിങ്ങൾ പാടി പറയുന്നത് ഈ റസൂലുള്ളാഹിയോടുള്ള അനുസരണമാണോ, അതല്ല റസൂലുള്ളാഹിയോടുള്ള ധിക്കാരമാണോ? ആലോചിക്കട്ടെ. സമയം ഇന്ന് വരെ ഫജ്ർ നമസ്കാരത്തിന് കൃത്യമായിട്ട് പള്ളിയിൽ പോകണമെന്ന ഒരു ചിന്ത പോലും ഇല്ലാത്ത ആളുകൾ പോലും ആ ഫജ്റിന്റെ മുമ്പിൽ അവർ പള്ളിയിൽ എത്തുകയാണ്. എന്തേ? ഇത് ഖൈറുൻ മിൻ അൽഫി ശഹറിനേക്കാൾ പുണ്യമുള്ള സമയമാണെന്നാണല്ലോ ഉസ്താദുമാര് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു സമയത്തൊന്ന് മെനക്കെട്ട, അത് തനിക്ക് ഖൈറുൻ മിൻ അൽഫി ശഹറിനേക്കാൾ പുണ്യമാണെങ്കിൽ അതൊരു വലിയ ഒരു പുണ്യകരമാണല്ലോ എന്ന വിശ്വാസത്തിലാണ് ആ പാവപ്പെട്ട മനുഷ്യർ ഇന്ന് രാവിലെ ഉറക്കമുണർന്ന് പള്ളിയിൽ എത്തിയത്. അവരെ അവിടെ പള്ളിയിലേക്ക് എത്തിക്കുവാൻ ആ സമയത്ത് അവരെ കൂട്ടം കൂടിയിരുന്ന് അല്ലാഹുവിന്റെ 4 പ്രവാചകന്മാരെ ഇകഴ്ത്തി പറയാൻ പരിശുദ്ധ ഇസ്ലാമിൽ ആരാ അനുവാദം കൊടുത്തത്? അവരെ കഷ്ടപ്പെട്ട് വന്നിരുന്നിട്ട് പറഞ്ഞ വർത്തമാനം എന്തൊക്കെയാണ്? അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആ പള്ളിയിൽ ഇന്നു രാവിലെ ഇരുന്ന് പറഞ്ഞ വരികളിൽ ഒരു വരിക നിങ്ങൾക്കറിയുമോ? ആദം നബി അലൈഹിസ്സലാമിന് അബദ്ധം സംഭവിച്ചപ്പോ, സ്വർഗ്ഗം നഷ്ടമായപ്പോ, അവർക്കതിന് പ്രശ്നപരിഹാരമായി അല്ലാഹു അവരുടെ പാപം പുറത്തു കൊടുത്തത് ആദം നബിയും ഹവ്വാ ബീവിയും മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി അല്ലാഹുവോട് പറഞ്ഞപ്പോഴാ അല്ലാഹു പുറത്തു കൊടുത്തത് എന്ന് ഇന്ന് രാവിലെ പോലും പള്ളിയിൽ ഇരുന്ന് കളവ് പറഞ്ഞു. ഇങ്ങനെ നിരന്തരം ഈ ഒരു മാസം മുഴുവനും പറയാനുള്ള കളവിലെ ഒരു പ്രധാനപ്പെട്ട കളവാണ് ആദം നബിയുടെ പേരിലും റസൂലുള്ളാഹിയുടെ പേരിലും കളവ്. ആരാണ് കുട്ടനെ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞു തന്നത്? അതാലോചിക്കണല്ലോ. അത് ആരെങ്കിലും ഒരു കളവ് പറഞ്ഞു തന്നത്? ഇന്ന് വരെ
ആ കളവ് രചിക്കപ്പെട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെ ആരത് എഴുതിയതെന്ന് ഒരു മനുഷ്യനും അറിയില്ല. അതൊക്കെ ഒരു വലിയൊരു അപകടമല്ലേ? ആരെ ഇവർ എഴുതിയതെന്ന് അറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ഏത് ഒരു കിതാബ് രചിക്കുകയാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു പക്ഷെ നേർക്ക് നേരെ അദ്ദേഹത്തിന്റെ അഡ്രസ്സും പേരും കൊടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്ന മറ്റേതെങ്കിലും ഒരു തൂലിക നാമമെങ്കിലും ഉണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും ഒരു തൂലിക നാമെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് അടിച്ചു പുറത്തിറക്കിയ ആളുകളുടെ അഡ്രസ് ഉണ്ടാവും. എന്നാൽ മഖ്കൂസ് മൗലൂദിനെ കുറിച്ച് ആലോചിച്ചാൽ ഇതാര് എഴുതി എന്നതിന് ഒരറിവുമില്ല. അങ്ങനെ അറിവില്ലാത്ത ഒരു സാധനം കുറെ കാലം കഴിഞ്ഞപ്പോ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇതാരായി മഖ്കൂസ് എഴുതിയത്? അപ്പൊ പറഞ്ഞു, അത് സൈനുദ്ദീൻ മക്തൂം റഹിമഹുള്ളയാണ് എന്ന്. അദ്ദേഹത്തിന്റെ പേരിലും ഒരു കളവ്, അദ്ദേഹത്തിന്റെ പേരിലും അദ്ദേഹം പറയില്ല, അദ്ദേഹം ഇങ്ങനെ ഒരു സാധനം എഴുതിയിട്ടില്ല. കാരണം എന്താ? സൈനുദ്ദീൻ മക്തൂം റഹിമഹുള്ള ആ കാലഘട്ടത്തിലെ മുവഹ്ഹിദായ ഒരു പണ്ഡിതനായിരുന്നു. ആളുകൾക്ക് കൃത്യമായി അല്ലാഹു ദീൻ പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതനാണ്. അദ്ദേഹം ഏതൊക്കെ കിതാബുകൾ എഴുതിയിട്ടുണ്ട് എന്ന് കൃത്യമായി രേഖകളുണ്ട്. ആ രേഖയിൽ മഖ്കൂസ് കയറി വന്നില്ല. അതെന്തേ? അദ്ദേഹം എഴുതിയിട്ടില്ല. അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുകയാണ് സൈനുദ്ദീൻ മക്തൂം എഴുതിയതാണ്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം രചിക്കപ്പെട്ട കിതാബുകളെ കുറിച്ച് കൃത്യമായിട്ട് ഇന്ന കിതാബുകൾ സൈനുദ്ദീൻ മക്തൂം എന്ന് പറഞ്ഞിട്ട് രേഖകളുണ്ട്. രണ്ടോ, അദ്ദേഹം ഖുർആൻ അറിയുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ഒന്നിനെ മാറ്റി പറയൂല, മാറ്റി പഠിപ്പിക്കൂല. കാരണം എന്താ? അല്ലാഹുവിൽ ഭയപ്പാടുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം അത് പുറത്തു കിട്ടിയത് മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊണ്ട് ആദം നബിയും അതുപോലെ തന്നെ ഹവ്വാ ബീവിയും പറഞ്ഞത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. അത് അല്ലാഹു പുറത്തു കൊടുത്തത് എന്ന ഒരു കളവ് ഒരിക്കലും സൈനുദ്ദീൻ മക്തൂം റഹിമഹുള്ളയെ പോലെയുള്ള ഒരാള് എഴുതി വെക്കൂല. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിൽ 2-ാമത്തെ അധ്യായത്തിൽ, ആ 2-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ വചനമായി അല്ലാഹു അക്കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അവർക്ക് സംഭവിച്ച തെറ്റിന് പരിഹാരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദം അലൈഹിസ്സലാം ഈ ഭൂമി ലോകത്ത് നിന്ന് അല്ലാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ അയച്ചതിനു ശേഷം ആദ്യമായിട്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥന ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി നടത്തിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അഅറാഫിലെ അതിന്റെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് അറിയാത്തവരല്ല ഈ ഉസ്താദുമാർ, ഈ ആയത്തുകളൊന്നും അറിയാത്തവരല്ല ഉസ്താദുമാർ. പക്ഷേ പലപ്പോഴും ഇത് അംഗീകരിച്ചാൽ മൗലൂദ് നിഷേധിക്കണം, മൗലൂദ് നിഷേധിച്ചാൽ ഖുർആൻ അംഗീകരിക്കണം. ഇതിൽ ഏത് അംഗീകരിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ആർക്കും ഉസ്താദുമാരോട് പോയി ചോദിക്കാം. ഉസ്താദേ, മഖ്കൂസ് മൗലൂദിൽ പറയുന്നത് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും അല്ലാഹുവിനോട് മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊണ്ട് തവസ്സുലാക്കി തേടിയപ്പോഴാ അല്ലാഹു പാപം പുറത്തു കൊടുത്തത് എന്ന് മഖ്കൂസിൽ പറയുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് അല്ലാഹു അവർക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ആ വചനങ്ങൾ ഏതെന്നും അല്ലാഹു ഖുർആനിൽ പറയാം. ഖാല, അത് ഇരുവരും അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, വലബ്നാ അൻഫുസനാ, ഞങ്ങൾ സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചു അല്ലാഹ്, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നഫ്സിനോട് അക്രമം കാണിച്ചു അല്ലാഹ്. ഞങ്ങൾ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം അത് നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും നീ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റം നഷ്ടക്കാരിലാകുമല്ലോ അല്ലാഹ്. ഈ പ്രാർത്ഥനയാണ് ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്ത് വെച്ച് അബൂബക്കർ ആദം നബി അലൈഹിസ്സലാം അവിടത്തെ പ്രിയതമയുമായ
ഹവ്വാ ബീവിയും അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇതിന് മുസ്ലിം ലോകത്ത് തർക്കല്ലേ, ഖുർആനല്ലേ പറഞ്ഞിരുന്നത്, വേറെ ആരെങ്കിലും എഴുതിയതല്ലല്ലോ, ഖുർആനിലൂടെയാ പറഞ്ഞിരുന്നത്. അവർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ഈ ഒരു വിഷയം ഈ മഖ്ബൂസ് മൗലൂദിൽ ഒരു ബ്രാക്കറ്റിൽ പോലും ഒരു കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഖുർആനിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് മഖ്ബൂസ് മൗലൂദിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു മര്യാദ. ഒരു സംഗതിയെ, ഒരു സംഭവത്തെ മറിച്ചു പറയുമ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്തെങ്കിലും കൊടുക്കട്ടെ, അതില്ല, അത് മറച്ചു വെച്ചു. കാരണം എന്താ, ഇത് മനസ്സിലാക്കിയ ഒരുത്തൻ അതിനപ്പുറം ഒരു കഥ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. അതാണ് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകത. ഐതിഹ്യങ്ങളുടെ പിന്നാലെ പോകാത്തവരാണ് മുസ്ലിങ്ങൾ. ഉണ്ടായിരുന്നോലോ ചരിത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടാന്നാ. മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് പുണ്യം ലഭിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എന്തൊരു പ്രവൃത്തിയുണ്ടോ അതിന് പ്രമാണബദ്ധമായിരിക്കണം. അത് കൃത്യമായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞു തന്നതായിരിക്കണം. അല്ലെങ്കിൽ അത് അവന്റെ മറ്റുള്ള അമലുകളെ കൂടി നഷ്ടപ്പെടുത്തും. വളരെ കൃത്യമായിട്ട് ഖുർആൻ ആ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയോ അതിന്റെ രണ്ടാമത് അങ്ങനെ പറഞ്ഞു വന്ന് ഇവിടെ ഇപ്പോ സൈനുദ്ദീൻ മക്തൂം റഹ്മത്തുള്ളാഹിയുടെ പേരിൽ കളവ് പറഞ്ഞു, ആദം നബിയുടെ പേരിൽ കളവ് പറഞ്ഞു, അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പേരിലും കളവ് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞ ആയത്തുകളെ നിഷേധിച്ചു. ഇനി വീണ്ടും കുറച്ചു നേരം പാടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ മുഖദ്ദിമയിൽ തന്നെ കാണാം, നൂഹ് നബി ഇസ്തിഗാസ നേടിയത്, നൂഹ് നബി സഹായ അഭ്യർത്ഥന നേടിയത് മുഹമ്മദ് നബിയോടായിരുന്നു. ഇതിൽ വേറൊരു ശ്രദ്ധ അറിയോ, ആദം നബി അലൈഹിസ്സലാം കഴിഞ്ഞ് നൂഹ് നബി കഴിഞ്ഞ് ഈസാ നബി കഴിഞ്ഞിട്ട് എത്രയോ കാലത്തിന് ശേഷമാണ് മുഹമ്മദ് റസൂലുള്ളാഹി വരുന്നത്. പക്ഷെ ഇവരിപ്പല വർത്തമാനത്തിൽ ഇവർക്കൊക്കെ മുമ്പിൽ മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യം വന്നതാണ്. അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് പ്രളയം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വന്നു, പ്രളയം വന്നു. വിശുദ്ധ ഖുർആൻ വളരെ രസകരമായിട്ട് ആ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ നമ്മുടെ മുമ്പിൽ നൂഹ് നബിയെയും നൂഹ് നബിയെ ധിക്കരിച്ച ജനതയെയും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുന്നത് പോലെ നമുക്ക് ഓതാൻ പറ്റുന്നതായിട്ട് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ തുടരെ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര ഹൃദ്യമായിട്ടുള്ള, ശരിക്കും നമുക്ക് അനുഭവിക്കാൻ പറ്റും. നൂഹ് നബിയെയും ആ ജനതയെയും കണ്ണിൽ കാണുന്നത് പോലെ തോന്നും. അത്ര ഹൃദയസ്പൃക്കായിട്ടാണ് അല്ലാഹു ആയത്തുകൾ പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാം അല്ലാഹുവോട് പറയാം, പഠിച്ചോനെ, ഇത്ര കാലം ഞാൻ ഇടതടവില്ലാതെ ലൈലം വനഹാറ, രാത്രിയോ പകലോ ഞാൻ വകവെക്കാതെ എന്റെ ഈ ജനതയോട് അല്ലാഹ് നിന്നെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളത് ഞാൻ അവരോട് പറഞ്ഞു. അല്ലാഹ് അവർ വിളിച്ചു തേടുന്നത് ഒത്തിനോടും സുആലിനോടും യഅൂദിനോടും നസ്റിനോടുമാണ്. അല്ലാഹ് അതല്ല, അല്ലാഹ് നിന്നെ മാത്രമാണ് വിളിച്ചു തേടേണ്ടതെന്ന് ഞാൻ ഇവരോട് പറഞ്ഞത് എത്രയാ? 950 കൊല്ലം. 950 കൊല്ലം ആ ലൈലം വനഹാറ, ഇടതടവില്ലാതെ രാത്രി പകലത്ത് ഞാൻ വകവെച്ചിട്ടില്ല. നിരന്തരം ഞാൻ അവരോട് കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായിട്ടും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കേൾക്ക ഉറക്കി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എന്നെ ഒരു കളവാക്കാണല്ലോ അല്ലാഹ്, ഇവർക്കിടയിൽ നിന്ന് റബ്ബേ എനിക്കൊരു മോചനമില്ലേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാം. അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് ആയത്ത് പറഞ്ഞില്ല. അവിടെയാണ് അല്ലാഹ് പറയുന്നത്, നൂഹേ ഒരു കപ്പൽ ഉണ്ടാക്കിക്കോ. അല്ലാഹ് വഹി കൊടുക്കാൻ നൂഹ് ഒരു കപ്പൽ ഉണ്ടാക്കാൻ. ആ കപ്പൽ ഉണ്ടാക്കാൻ നൂഹ് നബിക്ക് ബേജാറില്ല. അതിന്റെ ഓരോ സംഗതിയും എങ്ങനെ വേണമെന്ന് അല്ലാഹ് വഹിയിലൂടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാൻ എന്റെ അല്ലാഹ് ആയത്തിൽ പറഞ്ഞത് എന്റെ നോട്ടത്തിലാണ് ഞാൻ പണി ചെയ്യുന്നത്, ചെയ്തോ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിന്റെ പണി തുടങ്ങി. കപ്പലിന്റെ പണി തുടങ്ങുമ്പോൾ പരിസരത്തൊന്നും ആ കപ്പൽ ഇറക്കാൻ മാത്രമുള്ള വെള്ളമില്ല, ആ വെള്ളം ഉള്ള സ്ഥലത്തല്ല. അപ്പൊ ആളുകൾ ഇങ്ങനെ വന്നു നോക്കുമ്പോ ഒരു വലിയൊരു കപ്പൽ നൂഹ് ഉണ്ടാക്കുക. അപ്പൊ പറഞ്ഞു, നൂഹ് ഇപ്പോഴെങ്കിലും അനക്ക് ബോധ്യപ്പെടണം, അനക്ക് പിരാന്താണ്, അനക്ക് തലക്ക് സുഖമില്ല എന്നുള്ള എപ്പോഴെങ്കിലും ബോധ്യപ്പെടണം. എവിടുന്ന് ആ ചോദ്യത്തിന് ഒരു പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരിക്കാം, ഏത് അടുപ്പിൽ നിന്ന് വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ പണിയെടുക്കുന്നത്? കാരണം അല്ലാഹുവോട് പറഞ്ഞ മറുപടി അടുപ്പിൽ നിന്ന് തന്നെ വരും വെള്ളം, അടുപ്പിൽ തന്നെ വെള്ളം വരും.
ആ സമയത്ത് എന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ആ ഉണ്ടാക്കുന്ന വാഹനത്തിൽ ആ കപ്പലിൽ നിനക്കും നിന്റെ ആളുകൾക്കും കയറാം എന്ന് അല്ലാഹു നബിക്ക് ഉറപ്പ് കൊടുത്തിരിക്കുക. ഈ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആൾക്കാരെ ഒന്ന് കണ്ടോളി, ഞങ്ങൾ പറഞ്ഞല്ലോ നൂഹ് അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇതുവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളെ വിളിക്കരുത് എന്ന് പറയുന്ന നൂഹിന്റെ ഭ്രാന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് നേരിട്ട് കാണുകൾ വന്ന് കണ്ടോളി. ഇതാ നൂഹ് ഒരു തുള്ളി വെള്ളം കൂടി ഇല്ലാത്ത സമയത്ത് വലിയൊരു കപ്പൽ ഉണ്ടാക്കുന്നത്. ആ കപ്പലിന്റെ പണി കഴിഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അനുമതിയോട് കൂടിയിട്ട് ആ കപ്പലിൽ പ്രവേശിക്കുന്നുണ്ട്. ആ കപ്പലിൽ പ്രവേശിച്ചിട്ട് അല്ലാഹു പറയാണ്, നൂഹ് നീ പറയണം, റബ്ബി അൻസൽനി മുൻസലൻ മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. അല്ലാഹുവേ, എന്റെ നാഥ, അനുഗ്രഹീതമായ ഒരിടത്ത് നീ എന്നെ ഇറക്കി തരണമേ. ആ കപ്പലിൽ കയറിയ ശേഷം എവിടെ ഇറങ്ങേണ്ടത് വിവരിക്കാറില്ല. അതുകൊണ്ട് നിന്റെ അനുഗ്രഹം ലഭിക്കുന്ന തരത്തിൽ ഞങ്ങളെ നീ ഇറക്കി തരണമേ. ആരോടാ പ്രാർത്ഥിച്ചത്? നൂഹ് നബി അല്ലാഹുവോട്. ആ തുടക്കത്തിൽ ആരോടാ പ്രാർത്ഥിച്ചത്? അല്ലാഹുവോട്. നൂഹ് നബി 950 കൊല്ലം ജനതയോട് പറഞ്ഞത് എന്താ? നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലാഹുവോട് പറഞ്ഞോ. നിങ്ങൾക്ക് മക്കളെ തരുന്നവൻ അള്ളയല്ലേ, നിങ്ങൾക്ക് സമ്പത്ത് തരുന്നവൻ അള്ളയല്ലേ, നിങ്ങൾക്ക് മഴ തരുന്നവൻ അള്ളയല്ലേ. ഇങ്ങനെ കുറെ അള്ളാന്റെ അനുഗ്രഹങ്ങൾ ആ ജനങ്ങളോട് എടുത്തു പറഞ്ഞു. സൂറത്ത് നൂഹ് ഓതി നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്, കൂട്ടരെ നിങ്ങൾക്ക് എന്താ അള്ളാഹിനെ കുറിച്ചൊരു ഭയപ്പാടില്ലാത്തത്? നിങ്ങളെന്താ അള്ളാഹുവിന്റെ ഗംഭീര്യത്തെ മനസ്സിലാക്കാത്തത്? അങ്ങനെ അള്ളാഹുവിന്റെ മഹത്വത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം ചെയ്ത അള്ളാഹിനോട് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയേണ്ടതെന്ന് പഠിപ്പിച്ച ആ നൂഹ് നബി തന്നെ പ്രളയം വന്നപ്പോ പിടുത്തം വിട്ട് മുഹമ്മദ് നബിയെ കാത്തോളേ എന്ന് പറഞ്ഞു. എന്തുമാത്രം വലിയൊരു അപരാധവും എത്ര വലിയ കളവുമാണെന്ന്. നൂഹ് നബി ഇസ്തിഗാസ, അതായത് സഹായാർത്ഥന തേടി ആരോട്? മുഹമ്മദ് നബിയോട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? നൂഹ് നബി അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമായിട്ട് സൂറത്ത് ശുഅറാ, സൂറത്ത് മുഅ്മിനൂൻ, സൂറത്ത് നൂഹ്, വേറെ ചില അധ്യായങ്ങളിൽ നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞുതരിക. ഇതൊക്കെ നിഷേധിച്ചു. ഒരു ബ്രാക്കറ്റിൽ പോലും മംബൂസ് മൗലൂദിൽ എന്ന് പറഞ്ഞ ആ കള്ളക്കഥ പ്രചരിപ്പിക്കുമ്പോ ഖുർആനിൽ ഇങ്ങനെ ചിലത് പറയുന്നുണ്ടോ എന്നൊരു മര്യാദ ഉണ്ടല്ലോ, അതുപോലും പറഞ്ഞില്ല. കാരണം എന്താ? ഖുർആനിനോട് മര്യാദ കാണിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നല്ല ആ സാധനം രചിക്കപ്പെട്ടിട്ടുള്ളത്. യഹൂദിയായിരിക്കാം, അങ്ങനെയാണ് സാധ്യത. മുസ്ലിമായ ഒരു മനുഷ്യൻ എഴുതിയതല്ല. കാരണം ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞ സംഗതിയെ നേരെ എതിർവശത്തേക്ക് മാറ്റുക. 950 കൊല്ലം കൂട്ടരെ നിങ്ങളെ വിളിച്ചു തോന്നുന്ന ഒരുത്തരും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല എന്ന് പഠിപ്പിച്ച നൂഹ് തന്നെ മുഹമ്മദ് നബിയെ നിങ്ങൾ കാത്തോളി, നമ്മളെ വൃത്തം വിട്ടിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചു. മംബൂസ് മൗലൂദിൽ ഇന്ന് രാവിലെ വരെ പള്ളികളിൽ ഇരുന്ന് ചൊല്ലിയ വരികളുണ്ട്. ഖുർആനിന്റെ ധാരാളം ആയത്തുകൾ നിഷേധിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു തരത്തിൽ അല്ല ഇതിനെ നമ്മൾ ശക്തമായിട്ട് വിമർശിക്കുന്നത്. പലപ്പോഴും പറയും കേരളത്തിലെ വഹാബികൾ മാത്രം നബിദിനാഘോഷത്തിന് എതിരാണെന്ന്. അല്ല, സ്വഹാബികൾ ആരും നബിദിനാഘോഷം നടത്തിയിട്ടില്ല. സ്വഹാബികൾ ആരും നബിദിനാഘോഷം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലങ്ങളൊക്കെ കഴിഞ്ഞു. 6 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം ഫാത്തിമിയാക്കളാണ് ഈ ഒരു ഏർപ്പാട് അപ്ലൈ ചെയ്ത് തന്നിട്ടുള്ളത്. ആരാണ് ഫാത്തിമിയാക്കൾ? ഇസ്ലാമിന്റെ ശക്തരായ ശത്രുക്കളായ ഷിയാക്കൾ, കടുപ്പുള്ള ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് കേൾക്കുമ്പോൾ അവർ നരകത്തിലാണെന്ന് പറയുന്ന കൂട്ടർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്നവർ. അവരുണ്ടാക്കിയ ഒരു ആചാരം എങ്ങനെയാണ് മുസ്ലിം സഹോദരങ്ങളെ നമ്മുടേതായി മാറുന്നത്? ഒരിക്കലും അത് സംഭവിക്കൂലല്ലോ. അതാ ഈ കവി പറഞ്ഞത്, എന്റെ ആയുസ്സിൽ ഇമ്മാതിരിത്ത ഒരു യോജിക്കാത്തൊരു സംഗതി ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പരിപാടി അത്ര അപകടം അതിലുണ്ട്. അതുകൊണ്ട് ഇത് കേവലം വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു വിമർശനം അല്ല. ഇസ്ലാമിൽ വളരെ ഗൗരവമുള്ള പ്രവാചകന്മാരുടെ പേരിൽ അല്ലാഹുവിന്റെ ആയത്തുകൾ നിഷേധിച്ചുകൊണ്ട് ഒരു ആഘോഷം നടത്തുക എന്ന് പറയുമ്പോ അതെങ്ങനെയാണ് യോജിച്ച് വരിക എന്നത് എത്ര ആലോചിച്ചാലും മനസ്സിലാവുകയില്ല. അതുകൊണ്ട് ഇതൊരു വലിയ അബദ്ധത്തിലാണ്, അപകടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. ഞാൻ അമുഖമായി ഓതി വെച്ച ആയത്ത് സൂറത്ത് അംബിയയിലെ അതിൻ്റെ 68, 69 ആയത്തുകളാണ്. സൂറത്ത് അംബിയ എന്ന് പറയുന്ന അധ്യായത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായ നമ്രൂദിന്റെ ആളുകൾ പിടിച്ചു അറസ്റ്റ് ചെയ്തിട്ട് എന്ത് ശിക്ഷയാണ് ഇബ്രാഹിമിന് കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് അവിടെ കൂടിയ ആളുകൾ മുഴുവനും വിളിച്ചു പറഞ്ഞു, കരിച്ചു കളയണം. ഈ ദുനിയാവിൽ ഞാൻ പൊടി ഇബ്രാഹിമിനെ കാണാൻ പാടില്ല. കാരണം എന്താ? ഇബ്രാഹിം എന്താ പറയണത്? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെ പറയുന്ന ഒരാൾ ഈ ദുനിയാവിൽ ഇത് വേണ്ട. അതുകൊണ്ട് ആ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു, അവർ ഒന്നിച്ചു പറഞ്ഞു, അവരെ കരിച്ചു കളയണം. ഇബ്രാഹിമിനെ കരിച്ചു കളയുന്നത് എന്തിനാ? നമ്മൾ ആരാധിക്കുന്ന ആരാധന്മാർക്ക് ഒരു നിലനിൽപ്പുണ്ടാവണമെങ്കിൽ. അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ സംശയിക്കുക, ഇബ്രാഹിം പറഞ്ഞ മാതിരി നമ്മൾ ഈ തേടുന്ന ഇലാഹുകൾ, ഈ വിഗ്രഹങ്ങൾ, ഈ രൂപങ്ങൾ അത് കേൾക്കൂലേ, അവരെ സഹായിക്കൂലേ എന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു തസ്ബീഹ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ ഇബ്രാഹിം പറഞ്ഞ പോലെ അമ്മാനെ വിളിച്ച് തേടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവസാനിക്കണമെങ്കിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപങ്ങൾ, വിഗ്രഹങ്ങൾ, അതിനെ തന്നെ ആരാധന നിലനിർത്തണമെങ്കിൽ ഇബ്രാഹിമിനെ കരിച്ചു കളഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ ഇബ്രാഹിമിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? കരിച്ചു കളയാ. അവനെ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് രാജാവ് വലിയൊരു കുണ്ടുണ്ടാക്കി. ആ കുണ്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വിറകിങ്ങനെ കൊടുത്തിട്ടു ആവേശത്തിൽ. ഓരോരുത്തരും കൊടുത്തിടുമ്പോ അവരുടെ ഹൃദയത്തിൽ എന്താണെന്നറിയോ? ഈ ചെയ്യുന്ന പണി പടച്ചോന്റെ അടുത്ത് വലിയ സ്വീകാര്യതയുള്ള പുണ്യമുള്ള നേർച്ചയാക്കിയിട്ട് അവര് മറന്നു കൊടുത്തിട്ടത്. എന്തിനറിയോ? ഇബ്രാഹിമിനെയാണോ കൊല്ലുന്നത്. അതിനു വേണ്ടിയിട്ട് ആളുകളൊക്കെ കൊടുത്തിട്ടു വലിയ നിറയെ വിറകായി. കത്തിച്ചു നോക്കുമ്പോ അത് ആള് കത്തിയപ്പോ അതിനടുത്തേക്ക് പോലും ഒരു മനുഷ്യനെത്താൻ പറ്റാത്ത അത്ര ചൂട് അതിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ തുടങ്ങി. കത്തിച്ചത് വരെ എങ്ങനെ ഇബ്രാഹിമിനെ അതിൽ കൊണ്ടിടുമെന്ന കാര്യത്തിൽ ചർച്ചയായി. കാരണം ഒരാൾ കൊണ്ടിടാൻ പറ്റൂല, കൊണ്ടിടാൻ പോയ ആളും കരിഞ്ഞു തീരും. അപ്പൊ എങ്ങനെ ഇബ്രാഹിമിനെ അതിൽ കൊണ്ടിടും എന്നുവരെ ചർച്ചയായി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. എന്റെ റബ്ബ് എനിക്ക് എത്ര മതിയായവനാണ്, എന്റെ റബ്ബ് എനിക്ക് എത്ര മതിയായവനാണ്. എന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ എന്റെ റബ്ബിലാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനോട് എന്ത് പറഞ്ഞു എന്ന് പറയുന്നു. അല്ലാഹു ഖുർആനിൽ ഒരു അധ്യായത്തിൽ നമ്മളോട് പറഞ്ഞുതരാം. നാം പറഞ്ഞു ആരോട്? ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിമിന് നീ തണുപ്പും സമാധാനം, ഇത് രണ്ടുമായാൽ മതി. ഇബ്രാഹിമിനെ നീ കത്തിക്കണ്ട, പൊള്ളലേൽപ്പിക്കണ്ട. ഇബ്രാഹിമിന് എന്താ വേണ്ടത്? തണുപ്പാവണം, സമാധാനമാവണം എന്ന് അല്ലാഹു പറഞ്ഞു. ആർക്ക്? ഇബ്രാഹിം നബിക്ക്. അവരുടെ കുതന്ത്രം പരാജയപ്പെട്ടു. അവർ ഇബ്രാഹിമിനെ തീയിലിട്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തി എന്ന് ഖുർആനിൽ പറഞ്ഞുതരാം. ഇന്ന് രാവിലെ നമ്മളെ പള്ളിയിൽ ഇരുന്ന് ചൊല്ലിയ മഖ്ബൂസ് മൗലൂദിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ തീക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നൂറ് ഇബ്രാഹിമിന്റെ മുതുകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഏതാ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഞാൻ ആ തീയിനോട് തണുപ്പും സമാധാനവും ആവാൻ പറഞ്ഞു.
മങ്കൂസുകാരൻ പറഞ്ഞത് അതല്ല എന്നാണ്. ഉസ്താദ്മാരോട് നമുക്ക് ചോദിക്കാം, ഉസ്താദെ ഇതിൽ ഏതാണ് സത്യം? രണ്ടും കൂടി സത്യമാവില്ല. ഇതിലേത് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഖുർആനിൽ പറഞ്ഞു വിശ്വസിക്കണോ, അതല്ല മങ്കൂസൻ പറഞ്ഞു വിശ്വസിക്കണോ? സഹോദരങ്ങളെ, ഖുർആനിന്റെ ശത്രുക്കളാൽ പടക്കപ്പെട്ടതാണ് അത്. അതാണ് ആദരവുപൂർവ്വം മണിക്കൂറോളം ഉറക്കമൊഴിച്ചിട്ട് പള്ളിയിൽ രാവിലെ ഇരുന്ന് മുഴുവൻ മനുഷ്യരുടെയും ഉറക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒച്ചുണ്ടാക്കിയത്. ഈ ഒരു രൂപത്തിൽ തന്നെ അല്ലാതെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ഒരല്പം ഗൗരവം ഈ വാക്കുകളിൽ വരുന്നത് അതിന്റെ അപകടത്തിന്റെ വലുപ്പം അത്രമേൽ വലുതായതുകൊണ്ടാണ്. ആയതുകൊണ്ട് ആ ഷർറിൽ നിന്ന് രക്ഷപ്പെടുക. ആ ഷർറിൽ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ സത്യത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവേ ഞങ്ങളുടെ മേൽ നീ പുറത്തു മാഫാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ നിന്റെ മഹ്ശറ മൻസബയിൽ നിൽക്കുമ്പോൾ അല്ലാഹുവേ നിന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചവരായിക്കൊണ്ട്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നിഷേധിച്ചവരായിക്കൊണ്ട് ആ മഹ്ശറ മൻസബയിൽ നിൽക്കേണ്ടി വന്നാൽ നരകം ഉറപ്പായിരിക്കുമല്ലോ അല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് ആ റസൂലുള്ളാഹിയെ അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗ്ഗം എന്നാണ്. അതിന് വിസമ്മതിക്കുന്നവർ, അതിന് ധിക്കരിക്കുന്നവർ അവർ നരകത്തിലായിരിക്കും എന്നാണ്. അല്ലാഹുവേ, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.